ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമുക്കിന്ന് ഔട്ടർ ആംഗിൾസ് അഥവാ പുറംകോണുകളെ കുറിച്ച് പഠിക്കാം. ഒരു നിമിഷം എല്ലാവരും ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. കുട്ടികളെ, നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ? നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ, വൺ ഓഫ് ഈച്ച് വേർട്ടെക്സ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ കണ്ടു. അതിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് n ആണ്. അതിൽ ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? n-2. സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് n-2 × 180 ആണ്. അതിൽ ഓരോ ഇന്നർ ആംഗിളും എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് 180 × n-2/n. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ പറയുന്നത് എല്ലാത്തിൻ്റെയും 360 ഡിഗ്രിയാണ്. അത് നമ്മൾ കണ്ടു. പിന്നെ അതിൽ വരുന്നുണ്ട് ഈച്ച് ഓഫ് ഔട്ടർ ആംഗിൾ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 360/n ആണ്. നമ്മൾ ആ ചാർട്ടിനെ വിശദീകരിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഔട്ടർ ആംഗിൾ എന്നതിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ദ സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി പോളിഗൺ ഇസ് 360 ഡിഗ്രി. ഏതൊരു പോളിഗൻ്റെയും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആകുന്നു. ഈ പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് നമ്മൾ ഈ ചാർട്ടിൽ കണ്ടു. എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു ഇല്ലേ? ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് നോക്കൂ. നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ പിക്ചർ കണ്ടു. ABC എന്ന ട്രയാങ്കിളാണ് അത്. അതിൽ BC എന്ന ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. A എന്ന ആംഗിൾ 50 ഡിഗ്രിയും B എന്ന ആംഗിൾ 55 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതിൽ C എന്ന ആംഗിൾ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കൂ. മിടുക്കി. ഇവർക്ക് കിട്ടി 180 - 50 + 55 ആണ്. 150 + 55 എത്രയാണ്? 105 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ 180 - 105 ഡിഗ്രി. അപ്പോൾ കിട്ടുക എത്രയാണ്? 75 ഡിഗ്രി. ഇനി എക്സ് എന്ന് കാണിച്ചിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട്. ലീനിയർ പെയർ എന്ന ടോപ്പിക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 180 - 75 നോക്കുക. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 105 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് 105 ഡിഗ്രിയാണ്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എന്നാൽ ഇതേപോലത്തെ മറ്റൊരു പ്രോബ്ലം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ. നമ്മൾ ഈ ചിത്രത്തിലും കണ്ടത് ഒരു ട്രയാങ്കിൾ തന്നെയാണ്. ആ ട്രയാങ്കിൾ STU എന്ന ട്രയാങ്കിളാണ്. അതിൽ എസ് എന്നതിൻ്റെ ആംഗിളും തന്നിട്ടില്ല, യു എന്നതിൻ്റെ ആംഗിളും തന്നിട്ടില്ല, ടി എന്നതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. അതാണ് 54 ഡിഗ്രി. എന്നാൽ യു എന്നതിൻ്റെ ഔട്ടർ ആംഗിൾ തന്നിട്ടുണ്ട്. അതാണ് 122 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് യു എന്ന ആംഗിൾ കണ്ടുപിടിച്ചൂടെ? അതെ, യു എന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. 180 - 122 ഡിഗ്രി ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 58 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എസ് എന്ന ആംഗിൾ 54 + 58 എത്രയാണ് നോക്കൂ. 112. അങ്ങനെയാണെങ്കിൽ 180 - 112 ചെയ്യൂ. കിട്ടിയില്ലേ? എത്ര കിട്ടി? കറക്റ്റ് 68 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് ഈ ട്രയാങ്കിളും കഴിഞ്ഞു. ഇനി ഞാനൊരു ഹെക്സഗൺ തരാം. അത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കൂ. അങ്ങനെ ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഹെക്സഗണിലേക്കാണ് പോകുന്നത് അല്ലേ കൂട്ടുകാരെ? ഹെക്സഗണിലെ എത്ര സൈഡ്സ് ഉണ്ട് നിങ്ങൾക്കറിയില്ലേ?
സിക്സ് സൈഡ്സ് ഞാൻ മുമ്പ് കാണിച്ച ചാർട്ട് ഓർക്കുന്നില്ലേ? 6 സൈഡ്സ്. അപ്പോൾ അതിൽ 5 ഔട്ടർ ആംഗിളാണ് തന്നിട്ടുള്ളത്, ഒരു ഔട്ടർ ആംഗിൾ തന്നിട്ടില്ല ആ ചിത്രത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് ആദ്യം ഈ തന്ന ആംഗിൾസ് മൊത്തം ഒന്ന് പ്ലസ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ആ തന്ന ആംഗിളുകൾ? 30 ഡിഗ്രി, 20 ഡിഗ്രി, 40 ഡിഗ്രി, 45 ഡിഗ്രി, 95 ഡിഗ്രി. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 230 അല്ലേ? ഇനി അതൊന്ന് 360 മൈനസ് ചെയ്ത് നോക്കൂ. എത്ര കിട്ടി? 130 ഡിഗ്രി. ഇത് 360 മൈനസ് ചെയ്യാൻ പറഞ്ഞ കാരണം മനസ്സിലായില്ലേ? 360 എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഏതൊരു പോളിഗണിലെയും ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഇന്നർ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എന്നാൽ ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് 30 ഡിഗ്രിയുടെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. അത് എത്ര വരിക? 180 മൈനസ് 30 എത്രയാണ്? 150 ഡിഗ്രി. അതേപോലെ 20യുടെ കണ്ടുപിടിക്കാം. അത് എത്ര? 160 ഡിഗ്രി. 40യുടെയോ? 140 ഡിഗ്രി. 45ൻ്റെ 135 ഡിഗ്രി. 95ൻ്റെ 85 ഡിഗ്രി. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 130യുടെ 50 ഡിഗ്രി. ഇനി ഇതേപോലത്തെ ഒരു പെൻറ്റഗൺ ആക്ടിവിറ്റി നമുക്ക് ചെയ്ത് നോക്കാം. ആ പെൻറ്റഗണിൻ്റെ എല്ലാത്തിൻ്റെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കാമല്ലേ? നിങ്ങളെല്ലാവരും ആ പെൻറ്റഗൺ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ തന്ന ഹെക്സഗൺ പോലെ തന്നെയാണ് ഈ പെൻറ്റഗൺ. എല്ലാ ഔട്ടർ ആംഗിളും തന്നിട്ടൊന്നുമില്ല, ഒരു ഔട്ടർ ആംഗിൾ മാത്രമേ തരാത്തുള്ളൂ, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഇന്നർ ആംഗിൾ ആച്ചെങ്കിൽ ഒന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ഔട്ടർ ആംഗിൾ തന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. 20 ഡിഗ്രി, 50 ഡിഗ്രി, 125 ഡിഗ്രി, 350, 35 ഡിഗ്രി. അതാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതെല്ലാം പ്ലസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നത്? നേരത്തെ ഹെക്സഗണിൽ കിട്ടിയ അതേ സംഖ്യ തന്നെയാണ്. മനസ്സിലായോ? 230 ഡിഗ്രി. അപ്പോൾ ഇനി 360 മൈനസ് ചെയ്താൽ എത്ര കിട്ടാന്ന് അറിയില്ലേ? 130 ഡിഗ്രി. അപ്പോൾ ഇനിയായിട്ട് ഓരോന്നിൻ്റെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. 50യുടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 50, 130 ഡിഗ്രി. 20യുടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 160 ഡിഗ്രി. 125യുടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി. 130യുടെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി. 35ൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 145 ഡിഗ്രി. ഇതെല്ലാം പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് പെൻറ്റഗണിൻ്റെ ഇന്നർ സം കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ. കിട്ടുന്നുണ്ടല്ലേ? ഇനി നമുക്കൊരു കോർഡിനേറ്റർ നോക്കാം. ഈ ചിത്രം നോക്കൂ. ഈ കോർഡിനേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിലെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. We all know the sum of all the angles of a quadrilateral is 360 degree. നമുക്കെല്ലാം അറിയാം ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഇന്നർ ആംഗിൾ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എന്നാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് 360 എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു തരാം. ഞാൻ ആദ്യം പറഞ്ഞു സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് n-2 × 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ n-2 എന്ന് പറയുമ്പോൾ 4 - 2. അപ്പോൾ എത്ര കിട്ടുക? 2. അപ്പോൾ 180 × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 360 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ ആംഗിൾ 1 എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എ ആണ്. ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ ബി. ആംഗിൾ 3 എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ സി. ആംഗിൾ 4 എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ ടി.
ഇനി ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4 എന്നെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 720 മൈനസ് ആംഗിൾ എ ആംഗിൾ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. ഞാൻ ഉദ്ദേശിച്ചത് 360യുടെ ഇരട്ടിയാണ് 720. അപ്പോൾ അതിന് ഈ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സം ഓഫ് ഔട്ട് ട്രയാങ്കിൾ കിട്ടും. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കി നോക്കൂ. ഈ തന്ന പിക്ചറിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ചാർട്ടിലെ അതിലെ സം ഓഫ് ഇന്നർ ആംഗിളിനെ കുറിച്ചാണ് വിശദീകരിക്കാൻ പോകുന്നത്. അതിൽ 6 സെറ്റ് പോളികൾ ഉണ്ടായിരുന്നു. 1 ട്രയാങ്കിൾ, 2 സ്ക്വയർ, 3 പെൻറ്റഗൺ, 4 ഹെക്സഗൺ, 6 ഹെപ്റ്റഗൺ, 7 ഒക്ടഗൺ എന്നിങ്ങനെ 6 സെറ്റ് പോളികൾ. അതിലെ ഓരോന്നിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിളാണ് പറയാൻ പോകുന്നത്. ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 3 - 2 × 180 1 × 180 = 180 ഡിഗ്രി ആകുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ക്വയറിൽ 4 സൈഡ്സ് ആണ്. 4 - 2 2 × 180 360 ഡിഗ്രി ആകുന്നു. ഇനി പെൻറ്റഗണിൽ 5 സൈഡാണ്. അതിൽ നിന്ന് 2 കുറഞ്ഞാൽ 3 × 180 = 540 ഡിഗ്രി. ഇനി അടുത്തത് ഹെക്സഗൺ ആണ്. ഹെക്സഗണിൽ 6 സൈഡാണ്. അതിൽ നിന്ന് 2 പോയാൽ 4 × 180 720 ഡിഗ്രി. ഇനിയുള്ളത് ഹെപ്റ്റഗൺ, 7 സൈഡ്. അതിൽ നിന്ന് 2 കുറക്കുക. അപ്പോൾ 5 സൈഡ്. 5 × 180 900 ഡിഗ്രി. ഇനി അടുത്തത് ഒക്ടഗൺ, 8 സൈഡാണ്. അതിൽ നിന്ന് 2 കുറച്ചാൽ 6 × 180 1080 ഡിഗ്രി. ഇനി അതിലെ റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിൽ ഓരോ ആംഗിളും എത്രയാണ് വരിക എന്നാണ് ഞാൻ പറയുന്നത്. റെഗുലർ പോളിഗണിലെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് n - 2 × 180/n അഥവാ സം ഓഫ് ഇന്നർ ആംഗിൾ ബൈ സൈഡ്. ഇനി ട്രയാങ്കിളിലെ ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിൽ ഓരോ സൈഡും വരിക 180 / 3 60 ഡിഗ്രി. ഇനി സ്ക്വയർ ആണെങ്കിൽ അതിൽ മൊത്തം സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. 360/4 = 90 ഡിഗ്രി. ഇനി അത് പെൻറ്റഗൺ ആകട്ടെ. പെൻറ്റഗണിൽ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 540 ഡിഗ്രിയാണ്. അപ്പോൾ അതിലെ ഓരോ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഓരോ ആംഗിളും എന്ന് പറയുന്നത് 108 ഡിഗ്രി ആകുന്നു. ഇനി ഹെക്സഗൺ, അതിൽ ടോട്ടൽ എന്ന് പറയുന്നത് 720 ഡിഗ്രിയാണ്. അതിൽ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഓരോ ആംഗിളും 120 ഡിഗ്രിയാണ്. ഇനി ഹെപ്റ്റഗൺ, അതിൽ മൊത്തം എന്ന് സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 900 ഡിഗ്രിയാണ്. അതിൽ ഓരോ റെഗുലർ പോളിഗണിൽ ഓരോ സൈഡ് എന്ന് പറയുന്നത് 128 4/7 ആണ്. അതൊരു ഫ്രാക്ഷണൽ ഫോമിലാണ് ലാസ്റ്റ് വരുന്നത്. അതൊരു 128 എന്ന ടോട്ടൽ നമ്പറല്ല, അതിൻ്റെ കൂടെ ഫ്രാക്ഷണൽ ഫോമായ 4/7 വരുന്നുണ്ട്. ഇനി 8 സൈഡായ ഒക്ടഗൺ, അതിലെ ടോട്ടൽ എന്ന് പറയുന്നത് 1080 ആണ്. അതിൽ ഓരോ സൈഡ് എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടി ചെയ്യാം. അത് ഒരു റെഗുലർ ഹെക്സഗണും ഒരു റെഗുലർ പെൻറ്റഗണും ജോയിൻ ചെയ്യുമ്പോൾ അതിലെ ആംഗിൾസ് കണ്ടുപിടിക്കലാണ് അടുത്ത പ്രവർത്തനം. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പിക്ചർ കാണിച്ചിരുന്നു. നിങ്ങളത് എല്ലാവരും കണ്ടില്ലേ?
ആ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിൽ 2 പോളിഗൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു റെഗുലർ ഹെക്സഗണും ഒരു റെഗുലർ പെന്റഗണും. റെഗുലർ ഹെക്സഗണിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. റെഗുലർ പെന്റഗണിലെ ഒരു ആംഗിൾ എത്രയാണ്? അതെ, 108 ഡിഗ്രിയും. അപ്പോൾ അതിലെ PQR എന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമുക്ക് ആദ്യം ആ PQR എന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് നോക്കാം. ഈ ജോയിൻ ചെയ്യുന്ന ഇതില്ലേ PQR എന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ അവിടെ വരുന്നത് ഈ Q എന്നതും Q എന്ന ഒരു ആംഗിളിൽ 2 കോർണർ തമ്മിൽ മുട്ടുന്നുണ്ട്, ഹെക്സഗണിൽ പെന്റഗണിൽ. അതിൽ ഒന്ന് 120ഉം ഒന്ന് 108ഉമാണ്. അതൊരു സർക്കിൾ ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടുക. ഒരു സർക്കിളിൻ്റെത് 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ 120 + 108 എന്ന് പറയുന്നത് എത്രയാണ്? അതെ, അവിടുന്ന് പറഞ്ഞല്ലോ ഈ മെഡിക്ക് 228. അപ്പോൾ അതിൽ 360 - 228 എത്രയാണ് കിട്ടുക? 132 ഡിഗ്രി. അപ്പോൾ ആ PQR എന്ന ആംഗിൾ 132 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു പ്രവർത്തനം തരാം. ഒരു റെഗുലർ ഹെക്സഗണും റെഗുലർ പെന്റഗണും സ്ക്വയറും തമ്മിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ പിക്ചറിൽ കണ്ടില്ലേ, 3 റെഗുലർ പോളിഗണാണ് ജോയിൻ ചെയ്യുന്നത്. ആ 3 റെഗുലർ പോളിഗൺ ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഓരോരുത്തരായി അത് ഓരോന്ന് പറയുക. ആദ്യം നീ പറയുക. അതെ, റെഗുലർ പെന്റഗൺ. പിന്നെയോ? റെഗുലർ ഹെക്സഗൺ. പിന്നെയോ? സ്ക്വയർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഓർമ്മയിൽ പറഞ്ഞിട്ടാണോ? അല്ല അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഒരു റെഗുലർ പെന്റഗണിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. അതേപോലെ ഒരു റെഗുലർ ഹെക്സഗണിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സ്ക്വയറിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ അതിലെ ABC എന്ന ആംഗിൾ എത്രയാണ്? ആദ്യം നമുക്ക് 108 + 120 + 90 ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 318 ഡിഗ്രി. അത് 360 മൈനസ് ചെയ്തു നോക്കൂ. അതെ, അപ്പോൾ നമുക്ക് 42 ഡിഗ്രി കിട്ടി. അപ്പോൾ ABC എന്ന ആംഗിൾ 42 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് ഈ പ്രവർത്തനം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വല്ല ഡൗട്ടുമുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഡൗട്ടുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിർത്തുകയല്ലേ? അപ്പോൾ വീണ്ടും കണ്ടുമുട്ടു എന്ന പ്രതീക്ഷയോടെ ഒരു നല്ല ദിവസം നേരുന്നു. ഞാൻ ക്ലാസ് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.